അറിയാവുന്ന ഞാനിൽ നിന്നും അറിയേണ്ടുന്ന ഞാനിലേക്ക് ഒരു യാത്ര ആവശ്യമില്ലേ? നമുക്ക് നോക്കാം. ആത്മയാനം is the conscious journey from the non-self to the true self. ആത്മയാനം എന്ത്, എന്തിന്, എങ്ങനെ? ഇത് പരിശോധിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആത്മയാനം എന്നത് എന്താണ്? അത് എന്തുകൊണ്ട് അനിവാര്യമാണ്? ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന്റെ പ്രാധാന്യം എന്താണ്? ആത്മയാനം പ്രായോഗികമായി എങ്ങനെ ആരംഭിക്കാം എന്നുള്ളത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ആത്മയാനത്തിന്റെ ഒരു പരമ്പരയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോ നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ആത്മയാനം എന്ത്, എന്തിന്, എങ്ങനെ എന്നുള്ളതാണ്. അത് പരിശോധിക്കേണ്ടതിന്റെ ഒരു പശ്ചാത്തലം, സ്വയം ആരെന്നറിയാതെ ജീവിതത്തിന്റെ ദിശ ശരിയായിരിക്കുമെന്ന് നമ്മൾ എങ്ങനെയാണ് കരുതുന്നത്? നമ്മൾ ആരാണെന്ന് നമുക്ക് വലിയ ധാരണയില്ല എങ്കിൽ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അത് ശരി തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക? നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണ്? എപ്പോഴും സാധാരണ രീതിയിൽ നമ്മുടെ കണ്ണും ചെവിയും ഒക്കെ തുറന്നിരിക്കുന്നത് പുറം ലോകത്തേക്കാണ്. പുറം ലോകത്തേക്ക് മാത്രം ശ്രദ്ധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ജീവിതത്തിന്റെ ദിശയുണ്ടല്ലോ, ജീവിതത്തിന്റെ ദിശ എന്ന് പറയുന്നത് അത് അകത്തെ ബോധമാണ് നിർണ്ണയിക്കുന്നത്. ഇപ്പൊ ഒരു വാഹനം ഉണ്ടെന്നിരിക്കട്ടെ, വാഹനത്തിന്റെ ഡ്രൈവർ വണ്ടിക്കകത്താണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് നിയന്ത്രിക്കുന്നതിനനുസരിച്ചാണ് വാഹനം മുൻപോട്ട് പോവുക. അല്ലാതെ പുറത്ത് വഴിയുണ്ട്, വഴിയില്ല, പിന്നെ രാജപാത എപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ മുള്ളു നിറഞ്ഞ പാതയുണ്ട് എന്നുള്ളതൊന്നും അല്ല അവിടുത്തെ വിഷയം. അകത്ത് ഉള്ള ഡ്രൈവർ എങ്ങോട്ടേക്ക് ഈ കാര്യത്തെ തിരിക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത് അകത്തെ ബോധമാണ്, ആന്തരികമായ ബോധം. പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബോധമുണ്ടല്ലോ, ആ ബോധം അല്ല. അത് നമുക്ക് ബോധ്യമാകേണ്ടതുണ്ട്. പുറം ലോകമല്ല നമ്മൾ തീരുമാനിക്കുന്നത്, അകത്ത് എങ്ങനെയാണത് പോകുന്നത് എന്നുള്ളതാണ്. മനുഷ്യൻ ഒരു സമഗ്ര ജീവവ്യവസ്ഥയുടെ ഭാഗമാണെന്ന് DP കോടതി പറയുന്നത്. അതായത് ഇത് ചിന്തിക്കുന്ന മനുഷ്യൻ അവൻ ആ സമഗ്രതയുടെ ഭാഗമായിട്ടാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ പുറം ലോകത്തെ കണ്ടിട്ട് അതിനെ കണക്ട് ചെയ്ത് മാത്രം പോകുന്ന ഒരവസ്ഥയല്ല. അകത്തുള്ളതിൽ നിന്നും തുടങ്ങി എല്ലാമായി ചേർന്ന് വരുന്ന ഒരവസ്ഥയാണ്. അപ്പോ ബോധത്തെ അകത്തേക്ക്, പുറത്തേക്ക് തിരിക്കുന്നതിന് പകരം അകത്തേക്ക് തിരിച്ചു വയ്ക്കുന്ന, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, നമ്മുടെ GPS എങ്ങോട്ടേക്കാണ് കാണിക്കുന്നത്, നമ്മുടെ ടാർഗറ്റ് എന്താണ്, നമ്മുടെ ഡെസ്റ്റിനി എന്താണ് എന്നുള്ള കാര്യങ്ങളെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തേക്ക് തിരിയണം. ഈ അകത്തേക്ക് തിരിയുന്ന ആ തിരിയൽ എന്തിന്റെയാണ്? ഈ പുറത്തേക്ക് പോകണമെന്ന് പറയുന്നത് ആരാണ്? ഞാനാണ്, അല്ലെ? അത് നമുക്കറിയുന്ന ഒരു ഞാനാണ്. ഇന്ന നിറമുള്ള, ഇന്ന പൊക്കമുള്ള, ഇന്ന വണ്ണമുള്ള എന്നുള്ള രീതിയിലുള്ള അറിയുന്ന ഒരു ഞാനാണ് ഈ ഇന്നിടത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മുമ്പിൽ കാണുന്ന കാഴ്ചക്കനുസരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തീരുമാനമെടുക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ നിർണ്ണയിക്കുന്നത്, ഏത് വഴിക്ക് പോകണം, എത്രത്തോളം ആക്കത്തിൽ പോകണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്ന അകത്തെ ഒരു ഞാനാണ്. ആ ഞാനിനെയാണ് ഇവിടെ ആത്മം എന്ന് പറയുന്നത്. ആ ആത്മത്തിലേക്കുള്ള യാത്ര, ആ യാത്ര ചെയ്യാനുള്ള പാത്രം, അതാണ് യാനം എന്ന് പറയുന്നത്. യാനപാത്രം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു വെസൽ. അപ്പോ ആത്മത്തിന്റെ, നമുക്കറിയാവുന്ന ഞാനിൽ നിന്നും നാം അറിയേണ്ടുന്ന ഒരു ഞാനിലേക്ക്, നമ്മുടെ അകത്തുള്ള ഞാനിലേക്ക് ഉള്ള ഒരു യാത്രയുടെ പാത്രം, സ്വയം തിരിച്ചറിയാനുള്ള യാത്ര. ആ യാത്രയുടെ ഒരു ടൂൾ ആണ്, ഒരു വാഹനമാണ് ഈ ആത്മയാനം എന്നുള്ളത്. ഉദ്ദേശ്യം ഇത്രയാണ്: ബോധത്തെ പുറത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം അകത്തേക്ക് തിരിക്കുക. അപ്പോ നമ്മൾ അതിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ സ്വഭാവം എന്താണ് നമ്മൾ മനസ്സിലാക്കണം, അതിനെ നിരീക്ഷിക്കണം, നമ്മുടെ ചിന്തയെ നിരീക്ഷിക്കണം, നമ്മുടെ വികാരങ്ങളെ നിരീക്ഷിക്കണം. ഈ പുറത്തെ തിരിച്ചറിവിൽ നിന്ന് ആന്തരികമായ തിരിച്ചറിവിലേക്ക് നമ്മൾ മാറണം. ഞാൻ എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ചറിയണം. അതാണ് ആത്മയാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ആത്മയാനം അനിവാര്യമായി മാറുന്നത്? നമ്മൾ ഈ പുറം ലോകത്തെ കുറിച്ചുള്ള തിരിച്ചറിവിൽ, പുറം ലോകത്തെ കുറിച്ചുള്ള ബോധ്യത്തിൽ, പുറം ലോകത്തെ കുറിച്ചുള്ള ശ്രദ്ധയിൽ, ആ പുറം ലോകത്തിനോട് നീതി പാലിക്കുന്ന രീതിയിൽ ഒരു ഞാൻ ഉണ്ടല്ലോ,
നമ്മൾ ബിൽഡ് ചെയ്തെടുത്തൊരു ഞാൻ, നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. എങ്കിലും ആ ബിൽഡ് ചെയ്തെടുത്തൊരു ഞാൻ എന്നുള്ളത് തെറ്റായ ഒരു ഞാനാണ്, ബിൽഡ് ചെയ്തെടുത്തതാണ്. യഥാർത്ഥത്തിലുള്ള ഞാനിന്റെ പുറത്ത് നമ്മൾ മേമ്പൊടിയാക്കി ചേർത്ത് ഈ അകത്തുള്ള ഞാനിനെ അറിയിക്കാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇപ്പൊ പുറത്ത് കാണുന്ന ഞാൻ എന്ന് പറയുന്നത്. അത് ഒരു തെറ്റായ ദിശയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക. അപ്പോൾ ജീവിതത്തിന്റെ ദിശ ആശയക്കുഴപ്പം വരുമ്പോഴാണ് തെറ്റായ ദിശയിലേക്ക് പോകുന്നത്. അതിന് കാരണമാകുന്നത് നമ്മുടെ ഭയം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ താരതമ്യം, മറ്റുള്ളവരുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. പലപ്പോഴും ഭയം അതിന് പ്രധാന കാരണമാകുന്നുണ്ട്. ശരിയോ തെറ്റോ എന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു ആഗ്രഹം, ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ഒന്നും തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു ആഗ്രഹം അതിന് കാരണമാകുന്നുണ്ട്. ഇത് നമ്മളെ എത്തിക്കുന്നത് അസന്തുലിതമായിട്ടൊരു ജീവിതത്തിലേക്കാണ്. അകത്തും പുറത്തും ഒരുപോലെ തന്നെ ബാലൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഈ അകവും പുറവും ഒന്ന് തന്നെയായിരിക്കണം. അകത്തുള്ളത് എന്താണോ, അകത്ത് നമ്മൾ എന്തിനു വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, അകത്ത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ, അതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മമാണ് നമ്മൾ പുറത്ത് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഭയവും ആഗ്രഹവും താരതമ്യവും ഒക്കെ കൊണ്ട് നമ്മൾ അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നു, ധർമ്മഭ്രംശം ഉണ്ടാകുന്നു. അപ്പോൾ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ അറിയാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ജീവിതം ബോധമില്ലാത്തൊരു ജീവിതമായി മാറും. ബോധമില്ലാതെ ജീവിച്ചു പോകും നമ്മൾ. അപ്പൊ ഇത് തിരിച്ചറിയണമെങ്കിൽ ആന്തരികമായ ചില അന്വേഷണങ്ങൾ, ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതിന് നമ്മളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുക? ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏജ് ഓൾഡ് ക്വസ്റ്റ്യൻ, ഹു ആം ഐ, ഞാൻ ആരാണ് എന്നുള്ളത്. മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയ കാലം മുതൽ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഞാൻ ആരാണെന്നുള്ളത്. എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പിന്നൊന്ന്, എൻ്റെ വിധി എന്താണ്, അല്ലെങ്കിൽ എൻ്റെ പർപ്പസ് എന്താണ്, എൻ്റെ ഉദ്ദേശ്യം എന്താണെന്നുള്ളത്. അതിനും വലുതായിട്ട് എൻ്റെ ഉദ്ദേശം അതാണെങ്കിൽ തന്നെ അതിനകത്ത് എനിക്കൊരു റോൾ ഉണ്ടല്ലോ, എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, എൻ്റെ ദൗത്യമുണ്ട്. അതെന്താണ്? ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും എന്തായി മാറുന്നു എന്നുള്ളതുണ്ട്. ഞാൻ ഇപ്പോ ഒരു കുളത്തിലേക്ക് ചെന്ന് ചാടുകയാണെങ്കിൽ ഞാൻ നനയുന്ന ഒരാളായി മാറും. ഞാൻ കരയിലേക്ക് കയറുകയാണെങ്കിൽ നനവില്ലാത്ത ഒരാളായി മാറും. അപ്പൊ എന്തായി മാറുന്നു അത് ഞാൻ അകത്തുനിന്നും തീരുമാനിക്കേണ്ടതാണ്. എൻ്റെ ഒരു തോന്നലിൽ ഞാൻ എടുത്ത് ചാടിയാൽ നനയുക തന്നെ മാർഗം. കുളം കണ്ടു അല്ലെങ്കിൽ കിണർ കണ്ടു, അത് കണ്ടിട്ട് ഞാൻ ചാടുന്നില്ല, ഞാൻ അതിനെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആ കടലിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുളത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതാണ് പിന്നെ സംഭവിക്കുക. അപ്പോ അതാണ് നമ്മുടെ ഡെസ്റ്റിനിയെ തീരുമാനിക്കുന്നത്, നമ്മൾ എന്തായി മാറുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഒരു കാര്യം വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഞാൻ എന്തായി മാറുന്നു എന്നുള്ളത്, നമ്മുടെ റോൾ എന്താണെന്നുള്ളത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നിയതി എന്താണെന്നുള്ളത്, നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മുടെ ധർമ്മം എന്താണ്, ബേസിക്കലി ഞാൻ ആരാണ്, ഈ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുക എന്നുള്ളതാണ് ആത്മയാനത്തിന്റെ ഒരു ഘടന. അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഈ സെൽഫ് ഒബ്സർവേഷൻ ആണ്, സ്വയം നിരീക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കുന്നു, നമ്മുടെ ശരീരത്തെ നിരീക്ഷിക്കുന്നു, ശരീര ചലനങ്ങളെ നിരീക്ഷിക്കുന്നു, ശരീരം എങ്ങനെയാണ് പരിസരത്തോട് ഇടപെടുന്നത് നിരീക്ഷിക്കുന്നു, നമ്മുടെ വികാരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇത് ഓരോന്നും വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. പുറത്തുനിന്നും ചുറ്റുപാടും ഒന്നും നമുക്കൊരു സംജ്ഞ കിട്ടുന്ന സമയത്ത്, ഒരു സന്ദേശം കിട്ടുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്ന സമയത്ത് അതിനോട് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഇത് നിരീക്ഷിക്കുകയാണ് സ്വയം നിരീക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ എന്താ, എവിടെയാന്നുള്ളത്, നമ്മുടെ ചിന്തകളും വികാരങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ശീലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പതിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഓരോ ശീലങ്ങൾക്കനുസരിച്ച്, ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മൾ നേരത്തെ എന്തായിരുന്നു, നമ്മളിപ്പോൾ എങ്ങനെ ആയിത്തീരുന്നു, ഇനി എങ്ങനെ ആയിത്തീരുന്നുണ്ട് എന്നുള്ള നമ്മുടെ മാറ്റങ്ങൾ, നമുക്ക് എന്തെല്ലാം സാഹചര്യങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നറിയേണ്ടതുണ്ട്. നമ്മുടെ ബോധപൂർവമായിട്ടുള്ള ജീവിതം എത്രത്തോളം സംഭവിക്കുന്നത്, നമ്മൾ ബോധപൂർവമാണോ അബോധപൂർവമാണോ ജീവിക്കുന്നത് എന്നറിയേണ്ടതുണ്ട്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ എന്താ, നമ്മുടെ ജീവിത ശൈലികൾ, നമ്മുടെ വ്യായാമ രീതികൾ, അല്ലെങ്കിൽ ധ്യാന രീതികൾ, അല്ലെങ്കിൽ നമ്മൾ നിത്യേന ചെയ്യുന്ന പ്രാക്ടീസുകൾ. നമുക്ക് സമ്പാദ്യം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നു, എന്താണ് നമ്മൾ സമ്പാദിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇത് നിക്ഷേപിക്കുന്നത്, ബന്ധങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോതരം സ്ട്രാറ്റജികളാണ്, അല്ലെങ്കിൽ ടൂളുകളാണ്, ഉപകരണങ്ങളാണ്.
അതും നമ്മുടെ നയതന്ത്രപരമായ സമീപനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയായ നമ്മുടെ കയ്യിലുള്ള ടൂളുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് എന്തൊക്കെയാണ് ടൂളുകൾ വേണ്ടത്, എന്തൊക്കെ സമീപനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആത്മജ്ഞാനം യഥാർത്ഥ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഗുരുകുല രീതിയിലാണ്, ഗുരുകുലത്തിൽ വന്നിരുന്നു പഠിക്കുന്ന രീതിയിലാണ്. ഇതിപ്പോ നമുക്ക് അവൈലബിൾ സോഴ്സ് അല്ലെങ്കിൽ അവൈലബിൾ മീഡിയം ഇതായതുകൊണ്ട് നമ്മൾ സൂം വഴി ചെയ്യുന്നു മാത്രം. ആത്മജ്ഞാനത്തിന്റെ നമ്മൾ ഇവിടെ ഗുരുകുലത്തിൽ വെച്ചിട്ടുള്ള പഠന പരിപാടിക്ക് അനുഭവാധിഷ്ഠിത പഠനമാണ്, അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതേ അനുഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ആത്മജ്ഞാനത്തിന്റെ പരിശീലനങ്ങൾ, നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട പല കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ അതിനെ മുൻപോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അനുഭവാധിഷ്ഠിതമായിട്ടുള്ള പഠനമാണ്, ഗുരുകുലാധിഷ്ഠിതമായിട്ടുള്ള പഠനമാണ് നമ്മൾ ഇതിലൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും പുറം ലോകത്തെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു കാര്യമല്ല, ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച് വേറൊന്നാക്കി മാറ്റാം എന്നുള്ള ഒരു പരിപാടിയല്ല. അത് സ്വയം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഒരു പ്രക്രിയയാണ്. ഇപ്പൊ ക്രമമില്ല എന്നുള്ളതല്ല, ഇപ്പോൾ ഉള്ള ക്രമത്തിന് പകരം ശരിയായ ക്രമത്തിലേക്ക് മാറ്റാനുള്ളൊരു പ്രക്രിയ. അത് നമ്മുടെ അകത്തെ ബോധത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ്, അതിനെ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതുകൊണ്ട് ജീവിതത്തെ മാറ്റാനല്ല ശ്രമിക്കുന്നത്, സ്വയം മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. സ്വയം മനസ്സിലാക്കുമ്പോൾ ആ സ്വയത്തിനനുസരിച്ച് ജീവിതത്തിന് ഒരു ക്രമം വരും. ആ ക്രമം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്, ജീവിതാനുഭവത്തിന്റെ യാത്രയാണ് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു സിദ്ധാന്തമല്ല മനസ്സിലാക്കുക. ആത്മജ്ഞാനം എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു സിദ്ധാന്തമല്ല, അതൊരു യാത്രയാണ്. ആ യാത്രയ്ക്കുള്ള ഉപകരണമാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മജ്ഞാനത്തിന്റെ ആ പഠന പരിപാടിയിലൂടെ, അനുഭവത്തിലൂടെ, അനുഭവ പാഠങ്ങളിലൂടെ ഉള്ള യാത്രയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.